അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം, ഈ ടെലഗ്രാമിന് വേണ്ടി സംസാരിച്ച് തുടങ്ങിയതിനെ തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫാമിലി അടക്കം എല്ലാവരും ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞില്ലേ, ഒരുപാട് പേര് ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ്, കേരളത്തിലുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പെൺകുട്ടികളടക്കം എൻ്റെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ എൻ്റെ നമ്പർ പലരിടത്തുനിന്നും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനത്തെ ഉപദ്രവങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ബ്രോ, ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലായ? അത് ഒത്തിരി നാളായിട്ട് ഇത് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊരു കോൺട്രവേഴ്സി ആയിട്ട് കണക്കാക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് വെളിയിൽ കൊണ്ടുവരേണ്ട സംഭവമാണ്. ഏകദേശം ഇന്നലെ ഞാൻ FRK വ്ളോഗ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ഇഷ്യൂ ഒക്കെ നടന്നപ്പോൾ പുള്ളി ഇന്നലെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, പുള്ളിക്കാരൻ്റെയൊക്കെ വൈഫിൻ്റെയൊക്കെ വരുന്ന മെസ്സേജസും പോയി ക്യാച്ചപ്പ് ചെയ്ത ആൾക്കാരുടെ കൗണ്ടും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരാണ് ഈ സെക്ഷൽ പരിപാടി എന്ന് പറയുന്ന സാധനത്തിന്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളോടെ ഇത് ഇന്നത്തെ കാര്യം പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞുതരാം. ഞാൻ ഇത്രയും നാൾ എൻക്വയറി ചെയ്തതിലും ഇത്രയും നാൾ കണ്ടുപിടിച്ച ഡേറ്റയും വെച്ചിട്ട് ഞാനൊരു കാര്യം നിങ്ങളുടെ സംസാരിക്കാം. ടെലഗ്രാമിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വീഡിയോ ഇടുന്നവനെ മാത്രം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡ്രഗ് വിൽക്കുന്നവനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. അത് എവിടുന്നാ വരുന്നതെന്ന് കണ്ടുപിടിച്ചാലല്ല കാര്യമുള്ളൂ. മനസ്സിലായി? അല്ലാതെ ഇത് വെറുതെ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വഴിയിൽ വിൽക്കുന്നവനെ കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവനൊക്കെ സാധനം രാജ്യത്തെത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ധൈര്യം ആദ്യം എല്ലാവരും കാണിക്കണം. അതുപോലെ തന്നെയാണ് ടെലഗ്രാമിൻ്റെ ഇഷ്യൂ. ഞാൻ ടെലഗ്രാമിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ ടെലഗ്രാമിൻ്റെ കാര്യത്തിൽ ഞാൻ എൻക്വയറി ചെയ്ത എൻ്റെ ഒരു ഇതിൽ ഞാൻ ഒറ്റ കാര്യം പറയാം. ഇത് വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവനെയും വീഡിയോ വിൽക്കുന്നവനെയും മാത്രം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാവോ, ഈ ടെലഗ്രാമിൽ അക്കൗണ്ടുകളിലൊക്കെ ഇത്ര ധൈര്യത്തോടെ നമ്പർ വെളിയിൽ വിസിബിൾ ആകത്തില്ല എന്നുള്ള ധൈര്യത്തിന്റെ പുറത്ത് ഇവന്മാരൊക്കെ എങ്ങനെയാ കളിക്കുന്നതെന്ന് ഞാൻ ഇനി നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതില് നമ്പർ വിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക. പല രാജ്യങ്ങളിലെ നമ്പർ പല രീതിയിലും വിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ നമ്പറുകൾ കാശ് കൊടുത്ത് മേടിക്കാൻ ഇവിടുത്തെ കുറെ കൊച്ചുഫുണ്ടകളുണ്ട്. മനസ്സിലായ? 18 വയസ്സിൽ താഴെയുള്ള കുറച്ച് കൊച്ചുഫുണ്ടകൾ ഈ നമ്പർ മേടിക്കും. ഇവന്മാർക്കൊക്കെ നമ്മളെക്കാളും ബുദ്ധിയാണ്, നമ്മളെക്കാളും തിങ്കിങ് കേപ്പബിലിറ്റിയാണ്. ഇവന്മാർ ഈ നമ്പർ വാങ്ങിച്ചിട്ട് ഈ നമ്പർ വെച്ചിട്ടാണ് കളിക്കുന്നത്. ട്രാക്ക് ചെയ്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇവൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴോ ആഫ്രിക്കയിലും അമേരിക്കയിലും വേറെ വേറെ രാജ്യങ്ങളിലുള്ള നമ്പറുകളിൽ നിന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രീ ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് അതിൽ ഓൺലൈൻ മണി കളക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അരുൺ സ്മോക്കി ഒരു വീഡിയോ ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൽ പറയുന്നുണ്ട്, പൈസ കളക്ട് ചെയ്യുന്ന ഇവരുടെയൊക്കെ രീതി എന്ന് പറയുന്നത് എയർടെൽ മണിയും അങ്ങനത്തെ പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഓൺലൈൻ വഴി ഇവർ ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടോ മറ്റേ പേടിഎമ്മോ ഈ ഗൂഗിൾ പേയോ ഒന്നും കൊടുക്കാതെ ഇതൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. മനസ്സിലായ? കുറേ പേരുണ്ട്. ഇവരെല്ലാവരും ഇത് വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലെ സിസ്റ്റംസ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം കുറച്ച് സേഫ് ആക്കിയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളൂ. സത്യം പറയാലോ, ഈ റീസെന്റ് ഞാൻ ഇത് പറയാനല്ല ഈ ലൈവ് ഇട്ടത്. അതിന് മുമ്പ് ഞാൻ പറയാം, ഇന്ന് എനിക്കൊരു കോള് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത്. ഇന്ന് എനിക്ക് വന്നൊരു കോളില് ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാ. പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനോടും ബാക്കിയുള്ളവരോടും പറയാൻ പേടിയാ, അവർക്ക് വീട്ടില് എന്തെങ്കിലും സീൻ ആവുമെന്ന്. കാരണം അവരുടെ വെറുതെ പേഴ്സണൽ വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല. 430 ഫോളോവേഴ്സ് എന്തോ ഉള്ളൂ പുള്ളിക്കാരിക്ക്. 430 ഫോളോവേഴ്സ് ഉള്ള പുള്ളിക്കാരിയുടെ പ്രൊഫൈലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഈ ഫോട്ടോ കൊണ്ടുപോയി ടെലഗ്രാമുകളിലെ വെബ്സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് കണ്ട ഒരു ചെറുക്കൻ ഈ പുള്ളിക്കാരിക്ക് ഇത് അയച്ചു കൊടുത്തു. പുള്ളിക്കാരിക്ക് ഇത് വീട്ടിൽ പറയാനും പേടി, പേരൻസിനോട് പറയാനും പേടി, ഹസ്ബൻഡിനോട് പറയാനും പേടി. ഇത് എങ്ങനെയും ടേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾ പേരൻസിനോടും നിങ്ങളോടും എല്ലാവരും പറയാനുള്ള, നിങ്ങളുടെ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ അച്ഛനോ ആർക്കോ ആയിക്കോട്ടെ, ആരുടെ ഫോട്ടോ അല്ലെ എങ്ങനെ വന്നാലും ജസ്റ്റ് അവർ പറയുന്ന കാര്യം സമാധാനത്തോടൊന്ന് കേൾക്കാനുള്ള മൈൻഡ് സെറ്റ് കാണിക്കണം. ഈ കാലത്ത് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ കൺവേർട്ടായി വരും അത്. മനസ്സിലായ? കാരണം അവർ ലിറ്ററലി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ചില വീടുകളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നവർ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ പോസ്റ്റ് ചെയ്ത നല്ലൊരു ഫോട്ടോയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തായിരിക്കും ഈ തന്തയിലായ്മ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അവരൊരു വിഷമം വന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്തൊന്നും അവർക്ക് ചെവി കൊടുക്കണം. ഒന്ന് ജസ്റ്റ് സമാധാനത്തോടെ കേൾക്കണം. ചാടിക്കടിക്കാൻ അവരുടെ അടുത്ത് ചെല്ലാതെ സമാധാനത്തോടെ ഒന്ന് കേട്ടിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ല അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ പോലീസിലൊരു പരാതി കൊടുക്കാനോ നിങ്ങൾ ദയവ് ചെയ്ത് അതിൻ്റെ ഒരു സമയവും ചെവിയും കൊടുക്കണം.
അല്ലാതെ നേരെ ചെന്ന് അവരുടെ അടുത്ത് നീ ഫോട്ടോ ഇട്ടിട്ടല്ലേടി അത് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് ഗൈസ് നമുക്കൊക്കെ നമ്മുടെ ഫോട്ടോയും നമ്മുടെ അഭിപ്രായങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ജസ്റ്റ് ആലോചിക്കും നിങ്ങൾ എല്ലാവരും. അത് കഴിഞ്ഞിട്ട് മതി ഈ പറയണത് പോലെ ഇത് ഇവന്മാരെ ക്രിട്ടിസൈസ് ചെയ്യാൻ. നമ്മുടെ നമ്മുടെ ഫ്രീഡത്തെയാണ് ഇവന്മാർ യൂസ് ചെയ്യുന്നത്, മനസ്സിലായ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് ഈ പറയണത് പോലെ വീഡിയോ പോസ്റ്റ് ചെയ്യാനോ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം പറയാനോ എല്ലാം ഉള്ള റൈറ്റ് ഉണ്ട്. അത് ക്രോസ് ഓവർ ചെയ്യാൻ വേറെ ഒരുത്തിനും റൈറ്റ് ഇല്ല. അത് ക്രോസ് ഓവർ ചെയ്യുന്ന ക്രിമിനൽസിനെയാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റേ ചൂടായി ഇവരെ ചിലപ്പോൾ ഡിപ്രഷനിലായി ഇവർ ചിലപ്പോൾ വല്ല പിള്ളേർ മൈൻഡ് കട്ടിയില്ലാത്ത കുറച്ച് പിള്ളേരൊക്കെയാണ് അവരൊക്കെ കയറി എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഒരു പറ. സോ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കേസസ് എനിക്ക് കുറെ വരുന്നുണ്ട് കേസ്. ഇങ്ങനത്തെ കേസസ് കുറെ ഈയിടെയായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും എല്ലാമായിട്ട് പലയിടത്തുനിന്നും വരുന്നുണ്ട്. സോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കട്ടക്ക് നിൽക്കുക. എടാ എന്റെ പെങ്ങൾ അത് ചെയ്യത്തില്ല, അല്ലെ എന്റെ ചേച്ചി അത് ചെയ്യത്തില്ല, എന്റെ വൈഫ് അത് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഏറ്റവും മുന്നിൽ നിന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ധൈര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്റെ വൈഫിന്റെ ഒക്കെ ഫോട്ടോ അടക്കം. എടാ ഞാൻ എന്റെ വിഷമത്തോടെ ഞാനൊരു കാര്യം പറയാം. എന്റെ വൈഫിന്റെ ഒക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തെ ഫോട്ടോകൾ എടുത്തു വെച്ചിട്ട് ഈ AI വെച്ച് മറ്റേ അതും ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ഒരു പെങ്കൊച്ച് അത് കാണുന്ന അവളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രഗ്നൻസി ടൈമിൽ ഇത് കാണുന്നത്. എൻ്റെ അടുത്ത് പലവട്ടം ഞാൻ അവളെ അപ്പോഴപ്പോഴേ അല്ല ആ സമയത്തെല്ലാം ഞാൻ അവളുടെ അടുത്ത് പറയാറുണ്ട്, എടാ സ്ട്രോങ് ആയിട്ടിരിക്കും നീ. ഇപ്പൊ എനിക്ക് ഓൾറെഡി ഞാനിങ്ങനെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളെ ഇതാക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യും എന്നുള്ള രീതിയിൽ അവളെ പറഞ്ഞ് പഠിപ്പിച്ച് മൈൻഡ് സെറ്റിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. ഇപ്പൊ അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ അത്രയ്ക്ക് എന്നാലും വിഷമം ഉണ്ടാവും. എന്നോട് എക്സ്പ്രസ് ചെയ്യാറില്ല വലുതായിട്ട്. എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യത്തിന്റെ അപ്പുറത്തോട്ട് ഈ ഒരു നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ ടെലഗ്രാം സാധനത്തിലോട്ട് സോഷ്യൽ മീഡിയ ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങിയത് തന്നെ ഈ വീഡിയോ കാണാൻ വന്നവരാ. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെയൊക്കെ വീഡിയോ കാണാൻ വന്ന് എന്റെ ചേച്ചി ഒന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ സോഷ്യൽ മീഡിയ അപ്പിയറൻസ് ഒന്നുമില്ല, വലിയ ഫോളോവേഴ്സ് ഇല്ല, വലിയ അങ്ങനെ ഒന്നും ഇല്ല. എന്നാലും അവരെ വരെ ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ ഇതെനിക്ക് പറയണം തോന്നി. നിങ്ങളുടെ സർക്കിളിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഇത് വരുന്ന സമയത്ത് ദയവ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് സാവധാനത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളത്. ഈ കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞു തുടങ്ങാനുള്ള ഇതാണ്. കേസ് അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ബ്രോ. ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത പ്രൂഫുകളിൽ ബാക്കിയുള്ള എല്ലാം കുറെ പേര്, ഏകദേശം 7 പേരെ നമ്മൾ പിടിച്ചതിൽ 5 പേര് മൈനേഴ്സാണ്. 2 പേർക്കാണ്, ഒരാൾക്ക് 24 വയസ്സും ഒരാൾക്ക് 22 വയസ്സും. മനസ്സിലായി? ഈ കേസിന്റെ ഇതെല്ലാം ഞാൻ ഓൾറെഡി സൈബർ ഡോമിന് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നേ അവരെൻ്റെ നിന്ന് കളക്ട് ചെയ്തായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ കുഞ്ഞിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ വന്നായിരുന്നല്ലോ. അവനെ ട്രിവാൻഡ്രം സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. അവൻ അവിടെ വന്ന സമയത്ത് പുള്ളിക്ക് മെന്റലി അൺസ്റ്റേബിൾ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്തത്. ഇനി ഒരിക്കലും അത് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല, ഒരു ചാൻസ് കൂടെ തരണം എന്ന് പറഞ്ഞ് അവരുടെ പേരൻസ് അവളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്ത് മാത്രമാണ് ആ കേസ് ക്ലോസ് ചെയ്തത്. അല്ലെങ്കിൽ ആ കേസ് ക്ലോസ് ചെയ്യില്ലായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചതാണ് അത് ക്ലോസ് ചെയ്യേണ്ട, നമുക്കത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാം. ഞങ്ങൾ അവരോട് അങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളിത് ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് മുന്നോട്ട് വന്നപ്പം കുറച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഇനി നമ്മൾ കാരണം അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളെ ഞാൻ വീണ്ടും ഇതാക്കണോ എന്നുള്ളൊരു ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു. എനിക്ക് മനസ്സിലാവണില്ല. എന്നാലും ബട്ട് സ്റ്റിൽ എവിടെയോ ആലോചിച്ചപ്പോൾ ഗൈസ് എവിടെയോ ഒരു ചെറിയ മനസാക്ഷി വന്നുപോയി ആ സമയത്ത്. മനസ്സിലായ? അതിന്റെ പേരിൽ മാത്രമാണ് ഇത് ഇങ്ങനെ ആക്കിയത്. അപ്പോ ഒരു കാര്യം പറയുക, ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് ഗൈസ്. മെയിൻ ആയിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് റീസെന്റ് ഡേയ്സ് ആയിട്ട് MRC